മനുഷ്യനും പാമ്പുമായുള്ള ശത്രുതയുടെ ആഴമറിയില്ല. പക്ഷേ ഓരോ മരണവും പകയുടെ തീവ്രത കൂട്ടുകയല്ലാതെ ഒരിക്കലും ആ ശത്രുതയ്ക്ക് ശമനമുണ്ടാക്കിയില്ല. മനുഷ്യൻ പാമ്പിനെയാണോ കൊല്ലുന്നത്, അതോ തിരിച്ചോ? ആരാണ് വേട്ടക്കാരൻ, ആരാണ് ഇര? ഈ ചോദ്യം ഇരുട്ടിന്റെ നിഗൂഢതകളിൽ ഉത്തരം കിട്ടാതെ പിടയുന്നുണ്ട്. പക്ഷേ ആ ശത്രുതയുടെ മറവിലൊരുങ്ങിയ ഒരു ബ്ലാക്ക് വാറണ്ട് അക്ഷരാർത്ഥത്തിൽ ഭാരതത്തെ ഒരിക്കൽ കൂടി നടുക്കുന്നു. ഹസ്തിനപുരി കഥകളിൽ ഹീനമായ കൊലപാതകങ്ങളുടെയും വധശ്രമത്തിന്റെയും കൂടി അധ്യായങ്ങൾ പേറുന്ന നഗരമാണ്. പക്ഷേ വർത്തമാനകാലത്തിൽ ഹസ്തിനപുരിയിൽ നടന്ന നീചമായ ഒരു നരഹത്യയുടെ ഇഴ കീറുമ്പോൾ പുറത്താകുന്നത് നടുക്കുന്ന സത്യങ്ങൾ. ആരെയാണ് വിശ്വസിക്കിപ്പോകും നമ്മൾ? ഭാരതം കണ്ട ഏറ്റവും ബ്രൂട്ടലായ കൊലപാതകങ്ങളിലൊന്ന്. അതിന്റെ അന്വേഷണവും കണ്ടെത്തലും കുറ്റവും. പാണ്ഡവരുടെയും കൗരവരുടെയും ബാല്യകാലമാണ്. ഹസ്തിനപുരിയിൽ വെച്ച് ദുര്യോധനൻ ഭീമന്റെ ഭക്ഷണത്തിൽ മാരകമായ വിഷം കലർത്തുകയും ബോധരഹിതനായ ഭീമനെ ഗംഗാനദിയിലേക്ക് തള്ളിയിടുകയും ചെയ്തു. പക്ഷേ നാഗലോകത്തെ പാമ്പുകൾ കടിച്ചതിലൂടെ ഭീമന്റെ ശരീരത്തിലെ വിഷമിറങ്ങുകയും അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. മഹാഭാരത കഥ വെറുതെ പറഞ്ഞതല്ല. ഹസ്തിനപുരി എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്നതോ പഞ്ചപാണ്ഡവരും മഹാഭാരതവുമൊക്കെ ആയിരിക്കും. സർപ്പങ്ങളും ഹസ്തിനപുരിയുമായുള്ള ബന്ധം പറയുന്ന ഒരു കഥ കൂടിയുണ്ട്. ഭാരതയുദ്ധത്തിന് വർഷങ്ങൾക്കു ശേഷം പാണ്ഡവരുടെ ചെറുമകനായ പരീക്ഷിത് രാജാവ് ഹസ്തിനപുരി ഭരിക്കുന്ന കാലം. അദ്ദേഹം തക്ഷകൻ എന്ന പാമ്പിന്റെ കടിയേറ്റ് മരണപ്പെട്ടു. സർപ്പങ്ങളോട് തീർത്താൽ തീരാത്ത പകയോടെ പരീക്ഷിത് രാജാവിന്റെ മകൻ ജനമേജയൻ ഇറങ്ങിത്തിരിച്ചു. ലോകത്തെ സകല പാമ്പുകളെയും മുഴുവനും തീയിലിട്ട് കൊല്ലുന്നതിനുള്ള ഒരു യാഗം ജനമേജയൻ ഹസ്തിനപുരിയിൽ വെച്ച് നടത്തി. സർപ്പസത്രം എന്നായിരുന്നു ആ യാഗത്തിന്റെ പേര്. ശിവന്റെ കഴുത്തിലെ വസുകി പോലും ആ യാഗച്ചൂടിൽ പൊള്ളിയെന്നാണ് പുരാണം. ഹസ്തിനപുരി പക്ഷെ വർത്തമാനകാലത്തിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നതും ഒരു പാമ്പിന്റെ കഥയിലൂടെയാണെന്നത് യാദൃശ്ചികം. കേട്ടാൽ മരവിച്ചു പോകുന്ന ഒരു ഹീനമായ കൊലപാതകത്തിന്റെ യഥാർത്ഥ സംഭവകഥ. മീററ്റ് ഉത്തർപ്രദേശിലെ പ്രധാന വ്യാവസായിക ചരിത്ര നഗരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രഭവ കേന്ദ്രം. പുരാണത്തിലെ പഞ്ചപാണ്ഡവരുടെ തലസ്ഥാന നഗരി ഹസ്തിനപുരി മീററ്റ് നഗരത്തിൽ നിന്ന് ഏറെ ദൂരെ ഞെട്ടിവിറങ്ങലിച്ച ഒരു കൊലപാതകം. ജൂലൈ 17 വെള്ളിയാഴ്ച. ജെ ബ്ലോക്ക് കോളനി, ഹസ്തിനപുരി, മീററ്റ്, ഉത്തർപ്രദേശ്. സമയം രാവിലെ 6 മണി. ജെ ബ്ലോക്ക് കോളനിയുടെ നിശബ്ദത തകർത്തുകൊണ്ട് ആ യുവതിയുടെ നിലവിളി കേട്ടാണ് അന്ന് പ്രദേശവാസികൾ ഞെട്ടി ഉണർന്നത്. ജെ ബ്ലോക്ക് കോളനിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അതുൽ പൻവാറിന്റെ വീട്ടിൽ നിന്നാണ് നിലവിളി. അതുലിന്റെ ഭാര്യ ദാമിനിയുടെ ശബ്ദമായിരുന്നു അത്. അയൽവാസികൾ ശബ്ദം കേട്ട ദിക്കിലേക്ക്, ആ വീട്ടിലേക്ക് ഓടിയെത്തി. വാതിൽ തട്ടി വിളിച്ചതോടെ നിലവിളിച്ചുകൊണ്ട് ദാമിനി അയൽക്കാർക്ക് വാതിൽ തുറന്നു നൽകി. വീട്ടിലേക്ക് ഓടിക്കയറിയ പ്രദേശവാസികൾ അതുൽ എവിടെയെന്ന് തിരക്കി. അവിടെ മാസ്റ്റർ ബെഡ്റൂമിനുള്ളിലേക്കാണ് ദാമിനി കരഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചത്. അവിടെ കിടക്കയിൽ ബെഡ്ഷീറ്റിനടിയിൽ പൂർണ്ണമായും നിശ്ചലനായി കിടക്കുകയാണ് അതുൽ. "ഏ ക്യാ ഹുവാ ഉൻകോ? അതുൽ ജി ഐസെ പടേ ക്യോ?" പ്രദേശവാസികൾ ദാമിനിയോട് ആവർത്തിച്ചു ചോദിച്ചു. അതുലിന് എന്തുപറ്റി? താൻ രാവിലെ എഴുന്നേറ്റ ശേഷം അതുലിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി. പക്ഷേ അതുൽ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. ദാമിനിയുടെ മറുപടി: അയൽക്കാർ
അതുൽ പുതച്ചിരുന്ന ആ പുതപ്പ് വലിച്ചെടുത്തു. ഞെട്ടിക്കുന്നതായിരുന്നു ആ കാഴ്ച. അതുലിന്റെ ശരീരത്തിനടുത്തായി ചുരുണ്ടുകിടക്കുന്ന ഒരു പാമ്പിനെയാണ് അവർ അവിടെ കണ്ടത്. പാമ്പിന് ജീവനുണ്ട്. ഇരുണ്ട നിറമുള്ള വിഷപ്പാമ്പാണ്. പരിഭ്രാന്തരായ അയൽക്കാരിൽ ചിലർ പുറത്തേക്കോടി വടിയുമായി ഓടിയെത്തി. പാമ്പിനെ പതിയെ വടികൊണ്ട് എടുത്ത് മൂടിയുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് മാറ്റി. പാമ്പിനെ മാറ്റിയ ശേഷമാണ് അതുലിന് ശ്വാസമുണ്ടോ എന്നവർ പരിശോധിച്ചത്. ശ്വാസം നിലച്ച മട്ടാണ്. വേഗം തന്നെ അതുലിനെ അവർ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പ്രദേശത്തെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്കാണ് അതുലിനെ എത്തിച്ചത്. അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചെങ്കിലും വൈകാതെ ഡോക്ടർമാർ അതുലിന്റെ മരണം സ്ഥിരീകരിച്ചു. അതുലിന്റെ വലതുകാലിലാണ് പാമ്പുകടിയേറ്റിരിക്കുന്നത്. പാമ്പുകടിയേറ്റതിന്റെ വ്യക്തമായ വീർത്ത മുറിവുകളും ഡോക്ടർമാർ കണ്ടെത്തി. അതുൽ പൻവാർ, വയസ്സ് 32, പ്ലേ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ, ഹസ്തിനപുരി. വൈകാതെ അതുൽ പൻവാറിന്റെ മരണവിവരം ആശുപത്രി അധികൃതർ ഹസ്തിനപുരി പോലീസ് സ്റ്റേഷൻ. സമയം രാവിലെ 8 മണി. ഹസ്തിനപുര പോലീസ് സ്റ്റേഷൻ, മീററ്റ് പോലീസ് റേഞ്ച്, ഉത്തർപ്രദേശ്. ഇൻസ്പെക്ടർ പാമ്പുകടിയേറ്റ ഒരാളെ ഇവിടേക്ക് എത്തിച്ചിരുന്നു. അയാൾ മരിച്ചിട്ടുണ്ട്. ആശുപത്രി അധികൃതർ മരിച്ച അതുലിന്റെ വിലാസം പോലീസിന് കൈമാറി. ഹസ്തിനപുരയിലെ ജെ ബ്ലോക്ക് കോളനിയിലാണ് വീട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെ. പോലീസ് സംഘം ആദ്യം എത്തിയത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാണ്. അവിടെ വെച്ച് അതുലിന്റെ മരണം സംബന്ധിച്ച ഡോക്ടർമാരിൽ നിന്ന് വിവരം തേടി. ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും അതുൽ മരിച്ചിരുന്നു എന്നാണ് ഡോക്ടർമാർ പോലീസിന് നൽകിയ മൊഴി. ഹൃദയമിടിപ്പ് നിലച്ച നിലയിലായിരുന്നു. ജീവൻ തിരിച്ചുപിടിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും എല്ലാം വിഫലമായി. ഡോക്ടർമാർ പറഞ്ഞു നിർത്തി. വലതുകാലിലും ശരീരത്തിന്റെ ഒന്നിലധികം ഭാഗങ്ങളിലും പാമ്പുകടിയേറ്റിട്ടുണ്ട്. കയ്യിലും പാമ്പുകടിയേറ്റതിന്റെ ലക്ഷണമുണ്ട്. പാമ്പിനെ നാട്ടുകാർ പിടികൂടി ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി ആശുപത്രിയിൽ കൊണ്ടുവന്നിരുന്നു. ശംഖുവരയനാണ്. കടുപ്പമേറിയ വിഷമുള്ള പാമ്പാണ് ശംഖുവരയൻ. വൈകാതെ പോലീസ് മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. അപ്പോഴേക്കും അതുൽ മരിച്ച വിവരമറിഞ്ഞ പിതാവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ അവിടേക്ക് എത്തിയിരുന്നു. എന്നാൽ അതുലിന്റെ മരണത്തിൽ അവർക്ക് സംശയം തോന്നി. തുടർന്ന് അതുലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ബന്ധുക്കൾ പോലീസിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ബന്ധുക്കളുടെ ആവശ്യം പരിഗണിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മീററ്റ് ജില്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഹസ്തിനപുര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഹസ്തിനപുര പോലീസ് അതുലിന്റെ വീട്ടിലേക്കെത്തി. ഭാര്യ ദാമിനിയിൽ നിന്ന് മൊഴിയെടുക്കാനാണ് പോലീസ് സംഘം ആ വീട്ടിലേക്കെത്തിയത്. താനും അതുലും 6 വയസ്സുള്ള മകനുമാണ് വീട്ടിൽ താമസിച്ചിരുന്നതെന്നാണ് ദാമിനി പോലീസിനോട് പറഞ്ഞത്. കനത്ത ചൂടായിരുന്നു തലേന്ന് രാത്രി. പുലർച്ചെ 2 മണിവരെ ഒരേ കിടക്കയിൽ തന്നെയാണ് 3 പേരും ഉറങ്ങിയിരുന്നത്. എന്നാൽ കടുത്ത ചൂടിൽ മകന് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതോടെ കൂളർ വച്ചിരുന്ന തൊട്ടടുത്ത മുറിയിലേക്ക് ഉറങ്ങാനായി പോവുകയായിരുന്നു. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ ശേഷം ചായയുമായി എത്തി. തുടർന്ന് അതുലിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിയപ്പോഴാണ് അദ്ദേഹം അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടത്. പേടിച്ചു ഞാൻ നിലവിളിച്ചുപോയി. തന്റെ നിലവിളി കേട്ട് അപ്പോഴേക്കും അയൽക്കാർ ഓടിയെത്തി. അവരാണ് കിടക്കയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തിയത്. ദാമിനിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഹസ്തിനപുരി പോലീസ് അവിടെ നിന്ന് മടങ്ങി. ഹസ്തിനപുരി പോലീസ് സ്റ്റേഷനിൽ അതുലിന്റെ മാതാപിതാക്കൾ തൊട്ടടുത്ത ദിവസം തന്നെ എത്തി. അതുലിന്റേത് പാമ്പുകടിയേറ്റ മരണമാണെന്ന് വിശ്വസിക്കാൻ പിതാവും ബന്ധുക്കളും തയ്യാറായിരുന്നില്ല. അവർ പ്രതിസ്ഥാനത്ത് നിർത്തിയ ആളാരാണെന്ന് കേട്ടതോടെ പോലീസ് അന്തം വിട്ടു. മീററ്റിന് സമീപത്തെ ഭണ്ഡാര എന്ന ഗ്രാമത്തിലാണ് അതുലിന്റെ പിതാവ് അജബ് സിംഗ് താമസിച്ചിരുന്നത്. പ്രദേശത്തെ പ്രധാന കർഷകൻ കൂടിയായിരുന്നു അദ്ദേഹം. 72 വയസ്സുള്ള വയോധികൻ. തൻ്റെ മകന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ട്. കൊലപാതകമായി കേസെടുക്കണം.
ആരെയാണ് അങ്ങേക്ക് സംശയം? പോലീസ് ചോദിച്ചു. സംശയമല്ല, ഉറപ്പാണ്. അത് ദാമിനി തന്നെ. ഞങ്ങൾക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. മകന്റെ മരണത്തിൽ മരുമകളായ ദാമിനിക്ക് പങ്കുണ്ട്, ആ വയോധികൻ ഉറപ്പിച്ചു പറഞ്ഞു. ദാമിനിയെ കൊലപാതക കുറ്റത്തിന് പ്രതി ചേർക്കണം. അജബ് സിംഗ് ഹസ്തിനപുരി പോലീസിൽ ഔദ്യോഗികമായി തന്നെ പരാതി നൽകി. പരാതി പോലീസ് ഗൗരവത്തോടെ തന്നെ പരിഗണിച്ചു. റൂറൽ പോലീസ് സൂപ്രണ്ട് അഭിജിത് കുമാർ ഉടൻ തന്നെ ഫോറൻസിക് സംഘത്തെ മരണം നടന്ന ഹസ്തിനപുരിയിലെ ജെ ബ്ലോക്കിലുള്ള അതുലിന്റെ വസതിയിലേക്ക് അയച്ചു. ഇവിടെ നിന്ന് ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി തെളിവുകൾ ശേഖരിക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. അതിൽ മരിച്ചു കിടന്നിരുന്ന മെത്ത ഫോറൻസിക് സംഘം സൂക്ഷ്മമായി പരിശോധിച്ചു. ഈ പരിശോധനയ്ക്കിടെയാണ് ഫോറൻസിക് വിദഗ്ധർ നിർണായകമായ ഒരു കണ്ടെത്തൽ നടത്തിയത്. അതിൽ കിടന്നിരുന്ന ബെഡ്ഷീറ്റിൽ മൂത്രം പുരണ്ടിരുന്നു. ഫോറൻസിക് പത്തോളജി പ്രകാരം ഉറക്കത്തിൽ ഒരാൾക്ക് പാമ്പ് കടിയേറ്റാൽ വിഷത്തിന്റെ പ്രതികരണമായി മൂത്രമൊഴിക്കാനുള്ള സാധ്യതയേറെയാണ്. ശംഖുവരയൻ പാമ്പിന്റെ വിഷം ശരീരത്തിന്റെ നാഡീവ്യൂഹത്തെ ബാധിക്കുമ്പോൾ അത് പേശികളുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയും മൂത്രസഞ്ചിയിലെ പേശികൾ അയഞ്ഞു പോകുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇതിന്റെ ഫലമായി ബോധമില്ലാത്ത അവസ്ഥയിൽ പോലും അറിയാതെ മൂത്രം പോകാം. മൂർഖൻ, ശംഖുവരയൻ തുടങ്ങിയ പാമ്പുകളുടെ വിഷം ശരീരത്തിലെ നാഡീവ്യൂഹത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. കടിയേറ്റാൽ ഇത് ശരീരത്തിലെ പേശികളുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തും. മൂത്രസഞ്ചിയുടെ നിയന്ത്രണം നിലനിർത്തുന്ന യൂറിത്രൽ സ്പിങ്സ് പേശികളെ തളർത്തുന്നതിലൂടെ ഉറക്കത്തിൽ പോലും അറിയാതെ മൂത്രം പോകും. അതുലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതേ സമയം പുറത്തു വന്നു. അതുലിന്റെ കൈകളിലും കാലുകളിലും പാമ്പ് ഒന്നിലധികം തവണ കടിച്ചിട്ടുണ്ട്. ശരീരത്തിൽ കാണപ്പെട്ട ഒന്നിലധികം കടിയേറ്റ അടയാളങ്ങളിൽ ചില അസ്വാഭാവികതകൾ ഉണ്ടെന്ന് ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചു. സാധാരണയായി ഒരു പാമ്പ് ഒന്നിലധികം തവണ മനുഷ്യനെ ആക്രമിച്ച് കടിയേൽപ്പിക്കുന്നത് വളരെ അപൂർവമാണ്. ശരീരത്തിൽ കഠിനമായ വിഷബാധയേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ അതുലിന്റെ ആമാശയത്തിൽ വലിയ അളവിൽ ഉറക്ക ഗുളികകളുടെ സാന്നിധ്യം ഡോക്ടർമാർ കണ്ടെത്തി. അതായത് ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് അതുൽ അമിതമായ അളവിൽ ഉറക്ക ഗുളിക കഴിച്ചിട്ടുണ്ട് എന്ന് വ്യക്തം. ശംഖുവരയൻ പാമ്പ് കടിച്ചാൽ കടിയേറ്റ ഭാഗത്ത് വലിയ വേദനയോ തടിപ്പോ ഉണ്ടാകാറില്ലാത്തതിനാൽ ഉറക്കത്തിൽ കടിയേറ്റാൽ മനുഷ്യർ അറിയാൻ സാധ്യത കുറവാണ്. ഉറക്കത്തിൽ പാമ്പ് കടിയേൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ശംഖുവരയൻ കടിച്ചാൽ വേദന അറിയാത്തതിനാൽ മനുഷ്യർ ഉണരാറില്ല. വിഷം ശരീരത്തിൽ പടരുമ്പോൾ ഉറക്കം പതുക്കെ അബോധാവസ്ഥയിലേക്ക് മാറും. പക്ഷെ ഇവിടെ പാമ്പ് കടിയേൽക്കുന്നതിന് മുൻപ് തന്നെ ഉറക്ക ഗുളികയുടെ വീര്യത്തിൽ അതുൽ അബോധാവസ്ഥയിലേക്ക് മാറി. ഉറക്ക ഗുളിക എങ്ങനെ അതുലിന്റെ ആമാശയത്തിലെത്തി? അതുലിന് ബലപ്രയോഗത്തിലൂടെ ഉറക്ക ഗുളിക നൽകിയ ലക്ഷണങ്ങൾ ആ വീട്ടിൽ നിന്ന് പോലീസിനോ ഫോറൻസിക്കിനോ കണ്ടെത്താനായില്ല. അപ്പോൾ പിന്നെ രണ്ടു സാധ്യതകൾ മാത്രം. ഒന്ന്, അത് സ്വയം കഴിച്ചതാകാം. അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കണം അതുലിന് ഉറക്ക ഗുളിക അമിതമായ അളവിൽ നൽകിയിരിക്കുന്നത്. അവിടെയാണ് പോലീസിന് അതുലിന്റെ പിതാവ് അജബ് സിംഗ് നൽകിയ പരാതി ഒരിക്കൽ കൂടി വായിക്കപ്പെടുന്നത്. അദ്ദേഹം സംശയിക്കുന്നത് മരുമകളെ തന്നെയാണ്. അതോടെ പോലീസും ആ വഴിക്കു തന്നെ നീങ്ങി. ദാമിനിയുടെ മൊബൈൽ CDR വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് തീരുമാനിച്ചു. കോൾ ഡേറ്റ റെക്കോർഡിൽ ഒരു നമ്പർ അസ്വാഭാവികമാണ്. ദാമിനിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ നമ്പർ അല്ല അത്. അതിലുൾപ്പെടെയുള്ള എല്ലാവരുടെയും നമ്പറുകളുമായി പോലീസ് ഒത്തുനോക്കി. മരിച്ച വ്യക്തിയുടെ ഭാര്യയാണ്. അത്ര വേഗത്തിൽ ചാടി പുറപ്പെടാൻ കഴിയില്ല. വിശദമായ പരിശോധനയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പോലീസിന് വ്യക്തമായി. അതുലിന്റെ മരണം നടക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ ദാമിനി പതിവായി ആ നമ്പർ ഫോണിൽ ദീർഘനേരം ബന്ധപ്പെട്ടിരുന്നു. ആ നമ്പർ മീററ്റ് സ്വദേശിയായ
തുഷാർ എന്ന വ്യക്തിയുടേതാണ്. ദാമിനി നിരന്തരം സംസാരിച്ചിരുന്നത് തുഷാറിനോട് തന്നെ. ചോദ്യം ചെയ്യാനായി ദാമിനിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷൻ ഹസ്തിനപുരി. ചോദ്യം ചെയ്യലിൽ ദാമിനിക്ക് ഒറ്റ നിലപാടായിരുന്നു, തനിക്കൊന്നും അറിയില്ല. എങ്കിൽ ശരി, നിങ്ങൾ ഈ നമ്പർ നോക്കൂ. ഇതാരാണ് നിങ്ങൾ മണിക്കൂറുകളോളം ദിവസേന സംസാരിക്കുന്ന ഇയാൾ? പോലീസിന്റെ നീക്കത്തിൽ ആദ്യം ദാമിനി വീണില്ല. എനിക്കറിയില്ല, ഏതാണ് ഈ നമ്പർ? ദാമിനി മറുപടി പറഞ്ഞു. പക്ഷെ ദാമിനിയുടെ ആ നമ്പർ പോലീസിനോട് ഏറ്റില്ല. ഈ കോൾ റെക്കോർഡ് രേഖകൾ നിങ്ങൾ ദിവസേന വിളിക്കുന്ന ലിസ്റ്റിന്റെ പൂർണ്ണ വിവരങ്ങളാണ്. ഇത് തെളിവാണ്. പോലീസ് പിന്നെ ശബ്ദം കടുപ്പിച്ചു തുടങ്ങി. രേഖകൾ നിരത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ പക്ഷേ ദാമിനി തകർന്നു. പല ചോദ്യങ്ങൾക്ക് മുന്നിലും ദാമിനി പതറി. തലേ ദിവസം രാത്രി അതുൽ ഉറക്ക ഗുളിക കഴിച്ചിരുന്നോ എന്ന ചോദ്യത്തിനും പരസ്പര ബന്ധമില്ലാത്ത മറുപടികളാണ് ദാമിനി പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ചോദ്യങ്ങളുടെ രീതി മാറിയതോടെ ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ ദാമിനി പോലീസിനോട് തുറന്നു പറഞ്ഞു തുടങ്ങി. പരസ്പരം നെയ്തെടുക്കുന്ന പ്രണയത്തിന്റെ ചുവരുകളാണ് ഇന്ത്യയിൽ വിവാഹം. രണ്ടുപേർ മാത്രം അറിഞ്ഞ കൂടുപോലൊരു വീടിന്റെ തണലിൽ അറിയാതെ വീഴുന്നൊരു കരിനീളായി മാറാറുണ്ട് മൂന്നാമതൊരാൾ. അഗ്നിയെ സാക്ഷിയാക്കി കിട്ടിയ ഒരു താലിയുടെ വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കാൻ പോന്നൊരു കൊടുങ്കാറ്റായി അന്യമായ ഒരു സാന്നിധ്യം പതുക്കെ അവർക്കിടയിലേക്ക് പടർന്നു കയറുന്നു. അതിന് പക്ഷേ മരണത്തിന്റെ മണമുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ദാമിനി ഒരു കുറ്റവാളിയായി മുഖം താഴ്ത്തിയിരിക്കുകയാണ്. ദാമിനി, വയസ്സ് 30, പ്ലേ സ്കൂൾ ഉടമ, ഹസ്തിനപുരി, മീററ്റ്. 2019 അതുൽ പൻവാറും ദാമിനിയും തമ്മിൽ വിവാഹിതരായത്. ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു ഇവരുടെ വിവാഹം. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ വളരെ യാഥാസ്ഥിതികമായ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളായിരുന്നു അതുൽ. പക്ഷേ തൻ്റെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പരമ്പരാഗതമായ കർശന ജാതി വ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അതുൽ ദാമിനിയെ വിവാഹം കഴിച്ചത്. ഇതോടെ തൻ്റെ ഗ്രാമമായ ഭണ്ഡാരയിൽ നിന്ന് ഹസ്തിനപുരിയിലേക്ക് ഇരുവരും താമസം മാറുകയായിരുന്നു. വൈകാതെ ദാമിനി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. പടിഞ്ഞാറൻ യുപിയിലെ വളരെ പിന്നാക്കം നിന്നിരുന്ന മേഖലയായിരുന്നു ഹസ്തിനപുരിയും പരിസര പ്രദേശങ്ങളും. ഇവിടുത്തെ ദരിദ്ര കുടുംബങ്ങൾക്കിടയിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ആശയത്തോടെ അതുൽ ഒരു പ്ലേ സ്കൂളിന് തുടക്കമിട്ടു. അതേ സമയത്താണ് ഭണ്ഡാരയിലുള്ള അതുലിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിരത അവിചാരിതമായി തകർന്നത്. 2022 അതുലിന്റെ സഹോദരൻ മൻദീപ് തൂങ്ങി മരിച്ചു. ഈ മരണം ഭണ്ഡാര ഗ്രാമത്തിലെ പൻവാർ കുടുംബത്തെ മാനസികമായി തകർത്തു. അതുലിന്റെ മൂത്ത സഹോദരൻ കുൽദീപ് നോയിഡയിൽ പോലീസ് ഓഫീസറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. അതിനാൽ ഭണ്ഡാരയിലുള്ള വൃദ്ധരായ മാതാപിതാക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം അതുലിന് വന്നു ചേർന്നു. കുടുംബത്തെ സാമ്പത്തികമായി കരകയറ്റുന്നതിനൊപ്പം തൻ്റെ ബിസിനസ് സംരംഭം കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയത്തോടെയാണ് അതുൽ ബാക്കിയുള്ള തൻ്റെ ദിവസങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. അതുൽ ആരംഭിച്ച പ്ലേ സ്കൂളിൽ ദാമിനിയും ചുമതലക്കാരിയുടെ റോളിൽ ജോലി ചെയ്തിരുന്നു. അതിനിടെയാണ് പ്ലേ സ്കൂളിലേക്ക് ഡ്രൈവറായി തുഷാർ എത്തുന്നത്. തുഷാർ, വയസ്സ് 35, പ്ലേ സ്കൂൾ വാൻ ഡ്രൈവർ, ഹസ്തിനപുരി. പ്ലേ സ്കൂളിൽ ഉടമയും ഡ്രൈവറും തമ്മിലുള്ള ബന്ധം വൈകാതെ സൗഹൃദമായി. പ്ലേ സ്കൂൾ ഉടമയും വാൻ ഡ്രൈവറും എന്നതിനുമപ്പുറത്തേക്ക് ആ ബന്ധം വളർന്നു. തുഷാർ നേരത്തെ വിവാഹിതനായ വ്യക്തിയാണ്. വൈകാതെ ദാമിനിയുമായി തുഷാർ പ്രണയത്തിലായി. ഇതോടെയാണ് ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. സ്വന്തം ഭാര്യയെ വിവാഹമോചനം ചെയ്ത ദാമിനിക്കൊപ്പം ജീവിക്കാനായിരുന്നു തുഷാർ പദ്ധതിയിട്ടത്. പക്ഷേ ദാമിനി എടുത്തത് മറ്റൊരു തീരുമാനമായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഇനി അതുൽ വേണ്ട എന്നായിരുന്നു ആ തീരുമാനം.
പടിഞ്ഞാറൻ യുപിയിലെ യാഥാസ്ഥിതിക സമൂഹത്തിൽ വിവാഹമോചനം എന്നത് വളരെ അസ്വീകാര്യമായ കാര്യമായിരുന്നു. ഔപചാരികമായ വേർപിരിയൽ ചിലപ്പോൾ ഊരുവിലക്കിലേക്ക് വരെ നീങ്ങിയേക്കും. അപ്പോൾ പിന്നെ എളുപ്പം അതുൽ മരിക്കുക എന്നതാണ്. അതുൽ മരിച്ചാൽ മാത്രം പോരാ, മുന്നോട്ടുള്ള ജീവിതത്തിന് സാമ്പത്തിക അപ്പോൾ പ്ലേ സ്കൂൾ തൻ്റെ പേരിലാക്കണം. ഭർത്താവ് മരിച്ചാൽ സ്വത്ത് ഭാര്യയ്ക്ക് ലഭിക്കും. മാത്രമല്ല മറ്റൊരു വലിയ നേട്ടം കൂടി അതിലുണ്ടാകും. അത് ഒരു ഇൻഷുറൻസ് ആണ്. അതുൽ 20 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് സ്കീമിൽ ചേർന്നിട്ട് അധിക കാലമായിട്ടില്ല. അത് കൈക്കലാക്കണം. അപ്പോൾ പിന്നെ സ്വാഭാവികമായ ഒരു മരണം അതുലിന് സംഭവിക്കണം. അങ്ങനെയായാൽ ഇതെല്ലാം നടക്കും, ഒരാശങ്കയും വേണ്ട. പക്ഷേ സ്വാഭാവികമായ മരണം അതെങ്ങനെ? ജൂൺ 27 ശനിയാഴ്ച. തന്റെ പ്ലേ സ്കൂൾ സംബന്ധമായ ചില കാര്യങ്ങൾക്കായി മീററ്റിൽ പോയി മടങ്ങി വരികയായിരുന്നു അതുൽ. ബൈക്കിൽ ഹസ്തിനപുരിയിലേക്ക് എത്തുന്നതിനിടെ പെട്ടെന്ന് ഒരു എർട്ടിഗ കാർ ചീറിയടുത്തു. അതുലിന്റെ ബൈക്കിലേക്ക് അത് ഇടിച്ചു കയറി. ഇടിയുടെ ആഘാതത്തിൽ അതുൽ തെറിച്ചു പൊങ്ങി. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ. പക്ഷേ ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ നിസ്സാര പരിക്കുകളോടെ അതുൽ രക്ഷപ്പെട്ടു. വീഴ്ചയുടെ ആഘാതത്തിൽ നിന്നുണർന്ന അതുൽ ആ കാറിലേക്ക് നോക്കി. അപകടമുണ്ടാക്കിയ ആ എർട്ടിഗ കാർ അതുൽ കണ്ടെങ്കിലും അതിൽ രജിസ്റ്റർ നമ്പർ ഉണ്ടായിരുന്നില്ല. അന്ന് തുഷാറായിരുന്നു ആ വാഹനം ഓടിച്ചിരുന്നത്. വധശ്രമം പരാജയപ്പെട്ടുവെന്ന് തുഷാർ ദാമിനിയെ അറിയിച്ചു. വാഹനത്തിന് രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാത്തതിനാൽ കുഴപ്പമില്ല എന്നായിരുന്നു ദാമിനിയുടെ മറുപടി. മാത്രമല്ല അപകടത്തിനു ശേഷം ദാമിനി വളരെ തന്ത്രപരമായാണ് വിഷയത്തിൽ ഇടപെട്ടത്. ഇടിച്ച വാഹനം എന്താണെന്ന് കണ്ടെത്താൻ എങ്ങനെ കഴിയും? നമ്പറില്ലല്ലോ, ദാമിനി ചോദിച്ചു. പോലീസിൽ പരാതി കൊടുക്കാം, അവർ കണ്ടെത്തിക്കൊള്ളും, അതുൽ മറുപടി നൽകി. ഇനിയിപ്പോ അതിന്റെ പുറകെ നടക്കണ്ട, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, ഭാഗ്യം. പോലീസിൽ പരാതി നൽകുന്നതിൽ നിന്നും ദാമിനി അങ്ങനെ അതുലിനെ നിർബന്ധിച്ചു പിന്തിരിപ്പിച്ചു. ഇനി മറ്റൊരു വഴി നോക്കണം. ഇതിനായി തുഷാർ തന്റെ സുഹൃത്തുക്കളെ ഏർപ്പാടാക്കി. സോനു, ഉദയ് എന്നീ രണ്ടുപേരെയാണ് തുഷാർ മീററ്റിലും പരിസര പ്രദേശങ്ങളിലും ഹസ്തിനപുരിയിലും ആകസ്മികമായി പാമ്പുകടി ഏൽക്കുന്നത് സർവ്വസാധാരണമാണ്, പ്രത്യേകിച്ച് ചൂടുള്ള സമയങ്ങളിൽ. ഗ്രാമപ്രദേശമായതിനാൽ തന്നെ അങ്ങനെ ഒരു പാമ്പുകടിയേറ്റാൽ അതൊരു സാധാരണ മരണമാണെന്ന് ആളുകൾ ധരിക്കും. അത് കൊലപാതകമാണെന്ന് തെളിയിക്കാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ ഒരു വിഷപ്പാമ്പ്, അതാണ് ആയുധം. തുഷാറിൻ്റെതായിരുന്നു ഐഡിയ. കൊലപാതകം നടന്ന് 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക ലഭിച്ചാൽ അതിൽ 5 ലക്ഷം രൂപ സോനുവിനും ഉദയ്ക്കും കൂടി നൽകാമെന്നായിരുന്നു ധാരണ. അഡ്വാൻസായി ഇരുവർക്കും കൂടി 15,000 രൂപ തുഷാർ നൽകുകയും ചെയ്തു. ഹസ്തിനപുരിയിൽ താമസമുള്ള ചില പാമ്പാട്ടികളുടെ സഹായമാണ് ഇതിനായി സോനുവും ഉദയും തേടിയത്. ഹസ്തിനപുരിയിൽ ഗംഗയ്ക്ക് സമീപത്തെ വനപ്രദേശത്ത് നിന്ന് ഉഗ്രവിഷമുള്ള ശംഖുവരേനെ ഇവർ പിടികൂടുകയായിരുന്നു. പിടികൂടിയ പാമ്പിനെ ഇവർ ദിവസങ്ങളോളം പട്ടിണിക്കിട്ടു. പട്ടിണി കിടക്കുന്ന പാമ്പ് കടുത്ത സമ്മർദ്ദത്തിലാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ മനുഷ്യന് അടുത്തു ചെന്നാൽ ഭയം കാരണം അത് സ്വയം രക്ഷയ്ക്കായി കടിക്കാൻ ശ്രമിക്കും. പാമ്പിനെ പരമാവധി പ്രകോപിപ്പിക്കാൻ പാമ്പാട്ടികൾ പറഞ്ഞുകൊടുത്ത വഴി. 2026 ജൂലൈ 16 വ്യാഴാഴ്ച. സമയം രാത്രി 10 മണി. അന്നാണ് കൊലപാതകം നടത്താൻ തുഷാറും ദാമിനിയും പദ്ധതിയിട്ടത്. രാത്രി 10 മണിയോടെയാണ് അതുൽ ഉറങ്ങാൻ കിടക്കാറുള്ളത്. രാത്രി 1 ഗ്ലാസ് പാൽ അതുൽ പതിവായി കുടിക്കുമായിരുന്നു. പാമ്പിനെ ഉപയോഗിച്ച് കടിപ്പിക്കുകയാണെങ്കിൽ ഞെട്ടി എഴുന്നേൽക്കാതിരിക്കാനായി പാലിൽ ഉറക്ക ഗുളിക ചേർക്കാനും ഇവർ തീരുമാനിച്ചിരുന്നു. 20 ഉറക്ക ഗുളികകളാണ് ദാമിനി 1 ഗ്ലാസ് പാലിൽ ചേർത്തത്. കിടക്കുന്നതിന് തൊട്ടു മുൻപ് അതുൽ ഈ പാല് മുഴുവൻ കുടിച്ചു.
ദാമിനിക്കും മകനുമൊപ്പമാണ് അന്ന് അതുൽ ഉറങ്ങാൻ കിടന്നത്. സമയം രാത്രി 2 മണി. മകനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിക്കിടത്തി ദാമിനി പുറത്തേക്കുള്ള വാതിൽ തുറന്നു. പുറത്തു കാത്തുനിന്ന തുഷാറിനെ വീടിനുള്ളിലേക്ക് കയറ്റി. പാമ്പിനെ പ്ലാസ്റ്റിക് കുപ്പിയിലാക്കിയാണ് തുഷാർ കൊണ്ടുവന്നത്. അപ്പോഴേക്കും ഉറക്ക ഗുളികയുടെ വീര്യത്തിൽ അതുൽ പൂർണ്ണമായും അബോധാവസ്ഥയിലായിരുന്നു. പുതപ്പ് മാറ്റിയ ശേഷം പാമ്പിനെ അതുലിന്റെ ദേഹത്തേക്കിട്ടു. പുറത്തു വീണ പാമ്പ് തൽക്ഷണം അതുലിന്റെ കാലിൽ കടിച്ചു. അതുലിന്റെ ദേഹത്തുകൂടി ഇഴഞ്ഞു നീങ്ങിയ പാമ്പ് കയ്യിലും കടിച്ചു. പാമ്പ് അതുലിന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുമ്പോൾ തന്നെ തുഷാറും ദാമിനിയും ചേർന്ന് അതുലിന്റെ ദേഹത്തേക്ക് പുതപ്പിട്ട് മൂടി. പാമ്പ് പുതപ്പിനടിയിൽ കുടുങ്ങുകയും ചെയ്തു. അപ്പോഴേക്കും അതുൽ പാമ്പ് കടിയേറ്റ് മരണത്തിനു കീഴടങ്ങിയിരുന്നു. ദാമിനിയുടെ കുറ്റസമ്മതത്തിനു പിന്നാലെ പോലീസ് തുഷാർ, ഉദയ്, സോനു എന്നിവരെ അറസ്റ്റ് ചെയ്തു. മീററ്റ് ASPയുടെ നേതൃത്വത്തിലാണ് കേസിലെ മറ്റു പ്രതികളെ പോലീസ് ഹസ്തിനപുരിയിൽ നിന്ന് പിടികൂടിയത്. BNS സെക്ഷൻ 103 ക്ലോസ് 1 കൊലപാതകം, 123 വിഷം, ലഹരി മുതലായവ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം 4 പേർക്കെതിരെയും ഹസ്തിനപുരി പോലീസ് FIR ഫയൽ ചെയ്തു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിലായ പ്രതികളെ മീററ്റ് ജില്ലാ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുൽ പൻവാറിന്റെ കൊലപാതകത്തിന് പിന്നാലെ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണെന്നാണ് ഇന്ത്യൻ ക്രിമിനോളജിസ്റ്റുകളുടെയും ഫോറൻസിക് വിദഗ്ധരുടെയും അഭിപ്രായം. പാമ്പ് കടിയേറ്റുള്ള മരണനിരക്ക് വളരെ ഉയരുന്നതിനാൽ കൊലപാതകികൾ പലപ്പോഴും ആയുധങ്ങളായി വിഷപ്പാമ്പുകളെ ഉപയോഗിക്കുന്നതായാണ് വിലയിരുത്തൽ. പാമ്പ് കടിയേറ്റതിന്റെ ശാരീരിക അടയാളങ്ങൾ നിർബന്ധമായും പരിശോധിക്കണം. അതൊരുപക്ഷെ ആകസ്മികമായോ നിർബന്ധിതമായോ കടിയേൽപ്പിച്ചതാകാനുള്ള സാധ്യതയുണ്ട്. ഇത് പരിശോധിക്കാതെ വിടുന്നത് കൊലപാതകം മൂടിവെക്കാൻ കാരണമാകുന്നതായും ക്രിമിനോളജിസ്റ്റുകൾ വിലയിരുത്തുന്നു. സാധാരണ മനുഷ്യന് പാമ്പിന്റെ കടിയേൽക്കുന്നത് കണങ്കാലുകളിലോ പാദങ്ങളിലോ ആയിരിക്കും. എന്നാൽ ഇര ഉറങ്ങുകയോ പ്രതികരിക്കാനാകാത്ത വിധം മയങ്ങിക്കിടക്കുകയാണെങ്കിൽ പലപ്പോഴും കൈകാലുകളുടെ മുകൾ ഭാഗത്താണ് പാമ്പ് കടിയേൽക്കുക. കുട്ടി ഇരകളെ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് ഒരുപക്ഷെ മയക്കിയിട്ടുണ്ടാകാം. ഇക്കാര്യം പോസ്റ്റ്മോർട്ടത്തിലൂടെ കണ്ടെത്താനാകും. പാമ്പ് കടിയേറ്റു മരിച്ച വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം അതുകൊണ്ട് തന്നെ നിർബന്ധമായി ചെയ്യണം. കേരളത്തിലെ ഉത്തരവധത്തിന്റെ ഞെട്ടൽ മാറുന്നതിനു മുമ്പ് ഹസ്തിനപുരിയിൽ നടന്ന ആ ഹീനമായ കൊലപാതകം ഒരിക്കൽ കൂടി നമ്മെ ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നു. കേരളത്തെ വിറപ്പിച്ച ഉത്തരാവധ കേസിന്റെ ക്രൂരമായ ആവർത്തനം മനുഷ്യത്വരഹിതമായ ക്രിമിനൽ ചിന്തകളുടെ ഭീതിതമായ തുടർച്ചയാണ് വെളിപ്പെടുത്തുന്നത്. പ്രകൃതിയിലെ നിശബ്ദ ജീവികളെ പോലും കൊലക്കരിവാക്കുന്ന ഈ ആസൂത്രിത ക്രൂരത കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയെയും വർദ്ധിച്ചുവരുന്ന മനോവൈകൃതങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. പ്രണയവും വിശ്വാസവും ചതിക്കുഴികളായി മാറുന്ന ആധുനിക സമൂഹത്തിൽ സാങ്കേതിക വിദ്യയും ശാസ്ത്രീയ അന്വേഷണങ്ങളും മാത്രമാണ് ഇത്തരം അദൃശ്യ കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാൻ സഹായിക്കുന്നത്. നാളെ മറ്റൊരു കേസുമായി വീണ്ടും കാണാം.